സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുതിര ഉപ്പേരിയാണ്. മുതിര ഉപ്പേരി എന്ന് ഞങ്ങൾ പറയാം. മുതിരയിൽ ഉള്ളിമുളക് കുത്തി ചതച്ച് ഇടിച്ച് ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്താ കാരണം, മുതിര എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ഗ്രാമാണ്. ഇതാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്താണ്, ഇന്നലെ രാത്രി ഇട്ടു. അതിപ്പോഴേ വേവിക്കാൻ പോകും. പിന്നെ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാം. അപ്പൊ നോക്കൂ, ഇത് പ്രസ്റ്റീജിന്റെ കുക്കറാണ് കേട്ടോ. പ്രസ്റ്റീജിന്റെ കുക്കറാണ്. 35 കൊല്ലം മുമ്പ് മേടിച്ച കുക്കറാണ്. 35 കൊല്ലം മുമ്പ് മേടിച്ച പ്രസ്റ്റീജ്. അപ്പൊ എത്ര ഇതാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നല്ല ഇതാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നല്ല കമ്പനി. അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ ഇത് നോക്കൂ, 35 years കംപ്ലീറ്റ് ആയി. ഇതിന് ഒരു കേടും ഇല്ല. എപ്പോഴും ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ട്. ഇത് പണ്ടത്തെ എന്റെ പ്രസ്റ്റീജ് കുക്കർ. ഇനി നോക്കൂ, അതില് ഇത് വെറുതെ ഞാൻ അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ടു കേട്ടാ. അതിലിത്തിരി മഞ്ഞളിടും, ലേശം മഞ്ഞളിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതിനെ വേവിക്കാൻ വെക്കുക. അതിൻ്റെ കൂടെ ഞാൻ അടുത്ത പണിക്കുള്ളതാണ് ഇത് ചനാദാൾ, അതായത് കടലപ്പരിപ്പ് വേവിക്കാനുള്ളതും കൂടി കേട്ടോ. കടലപ്പരിപ്പ് വേവിക്കാനുള്ളതും കൂടെ ഇത് ഒരുമിച്ച് ഗ്രാമിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ പ്രഷർ കൺട്രോൾ ആക്കും. ഹാർട്ടിന് നല്ലതാണ്. പിന്നെ വെയിറ്റ് ലോസ്, തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ മുതിര കഴിച്ചോളൂ. ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ കിഡ്നി സ്ട്രെങ്ത്തിനും പല ഗുണങ്ങളുണ്ട്. പലതും ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോഴ്സ് ഗ്രാം എന്ന് പറഞ്ഞാൽ കുതിര തിന്നുന്നത് മനുഷ്യൻ തിന്നാ അത്ര ആരോഗ്യം മനുഷ്യനും ഉണ്ടാവില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഹോഴ്സ് ഗ്രാം. പിന്നെ പ്രത്യേകിച്ച് അത് മാത്രമല്ല, വർഷക്കാലത്ത് ഈ മുതിര വളരെ ബെസ്റ്റാണ്. എന്താ ശരീരത്തിന് ചൂട് കൊടുക്കും, സ്ട്രെങ്ത് കൊടുക്കും. അത് കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ മുതിര വർഷക്കാലത്ത് വെക്കാം. ഇപ്പൊ മഴ തുടങ്ങി, ഇനിയൊക്കെ മുതിര വെക്കാം. വളരെ നല്ലത് കേട്ടോ. ചീഞ്ചട്ടി ചൂടായി, എണ്ണ നല്ല പോലെ നോക്കൂ. വെളുത്തുള്ളി ആദ്യം ഇട്ടു. വെളുത്തുള്ളി ഇട്ട് നല്ല പോലെ ഒന്ന് മൂക്കട്ടെ. വെളുത്തുള്ളി ഇട്ട്, അതായത് ഗാർലിക്ക് മൂക്കണം, എന്നാലേ അതിൽ ടേസ്റ്റ് വരുമല്ലോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ച് ഇഞ്ചി കൂടി ഇടാം കേട്ടോ. ഇഞ്ചിപ്പിടാം. അത് മൂത്തപ്പോൾ എന്തുണ്ടായിച്ചെങ്കിൽ ആ ചുവന്നുള്ളി മുളകും കൂടി കുത്തി ചതച്ചത്. ഞാൻ ചെറിയ ഉള്ളിയാണ് ചെയ്യാം, പക്ഷേ വലിയ ഉള്ളിയാണ് അത് ചെയ്തിരിക്കണേ. മുളകും ഉണ്ട് അതിൽ കുത്തി ചതച്ചത്. മിക്സിയിലിട്ട് ഞാൻ അടിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ കുത്തി ചതക്കാനൊന്നും നിന്നില്ല. അത് ഇട്ട് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കണം. ഇളക്കി അതായത് ഉള്ളിയുടെ നിറം നല്ല ബ്രൗൺ കളറാവണം. ഉപ്പിടുക. എന്താ കാരണം വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ എളുപ്പം കലാവും. അത് ഉള്ളി മൂക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. മുതിരയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അത് കാരണം അതിൽ ഉപ്പ് ചേർത്തു കേട്ടോ. ഈ ഉപ്പ് ചേർത്തു എന്ന് ഓർക്കണം. ഇനി മുതിര ഇടുമ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നോക്കണം. അതിൽ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ തുറന്നു, കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അത് വെന്ത് കിട്ടി. പുറമെ മുതിരയും വെന്ത് കിട്ടി കേട്ടോ. നല്ല പോലെ വെന്തിട്ടുണ്ട്, കണ്ടാലറിയാം. അപ്പോൾ ഉള്ളി നല്ലോണം മൂക്കട്ടെ. മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ മുതിര അതിലേക്ക് ഇടാം. ആ വെള്ളത്തോടെ ഇടണം. ഇനി നല്ല പോലെ ഇളക്കണം. ആ വെള്ളം വറ്റണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് കേട്ടോ, കുറച്ച് നേരത്തേക്ക്. ഉപ്പേരി കുത്തി ചതച്ചത് തയ്യാറായി. എന്താ ഇതിൻ്റെ സ്വാദമെന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല പോലെ വെന്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം. പ്രോട്ടീൻ നിറച്ചുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്. ഡയബറ്റിക്സ് പേഷ്യൻസിനും നല്ലതാണ്, BP പേഷ്യൻസിനും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല സ്വാദ്, വളരെ ടേസ്റ്റ് ചെയ്ത് ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് അത്താഴം കഴിക്കാനാണ്. പൊടിയരിക്കഞ്ഞി മുതിരയുടെ ഇതും കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. മുതിരപ്പേരി കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. വളരെ സ്വാദുള്ളതാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വേവിക്കണം, തലേ ദിവസം വെള്ളത്തിലിടണം, അത്രമാത്രം. സോക്ക് ചെയ്തിടണം, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. ശരി, ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ, ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.